നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണം, കറുത്തവർ മേക്കപ്പിട്ട് വൃത്തിയാക്കണം, അധിക്ഷേപം ആവർത്തിച്ച് സത്യഭാമ. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന ആശയം നുണ, രാഹുൽ ഗാന്ധി. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നാടാണിത്, കലാമണ്ഡലം സത്യഭാമ. പൊതുസമൂഹത്തോടും മാപ്പ് പറയണം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഗവർണർക്ക് തിരിച്ചടി, കാലിക്കറ്റ് വിസിയെ പുറത്താക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വാർത്തകൾ വിശദമായി. നർത്തകൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച പരാമർശത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച് കലാമണ്ഡലം സത്യഭാമ. മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നും കറുത്തവർ മേക്കപ്പിട്ട് വൃത്തിയാക്കണമെന്നും സത്യഭാമ പറഞ്ഞു. നേരത്തെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സത്യഭാമ വ്യക്തമാക്കി. മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം, മോഹനനാകരുത്. കറുത്തവർ മേക്കപ്പിട്ട് വൃത്തിയാക്കണം. കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നും സത്യഭാമ ആരോപിച്ചു. RLV രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ പ്രതിഷേധം കാണിക്കുന്നതിനിടെയാണ് സത്യഭാമ വീണ്ടും വംശീയ ജാതീയ അധിക്ഷേപം ആവർത്തിച്ചത്. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും കുറ്റബോധമില്ല എന്നും സത്യഭാമ പറഞ്ഞു. കറുത്ത കുട്ടികൾ തന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നാൽ അവരോട് മത്സരിക്കാൻ പോകണ്ടെന്ന് പറയുമെന്നും സൗന്ദര്യത്തിന് മാർക്കുണ്ടെന്നും കലാമണ്ഡലം സത്യഭാമ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിക്കെതിരെ തുറന്നടിച്ച് രാഹുൽ ഗാന്ധി. ഇത് കോൺഗ്രസിനെതിരായുള്ള ക്രിമിനൽ നടപടി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് ഇതിന് പിന്നിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന ആശയം നുണയാണെന്നും രാഹുൽ ഗാന്ധി. ജനാധിപത്യ ചട്ടക്കൂട് സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ട്. എന്നാൽ കോൺഗ്രസിനെതിരായ ഈ ക്രിമിനൽ നടപടിക്കെതിരെ ഇവർ പ്രതികരിക്കുന്നില്ല. മോദി സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ജനാധിപത്യത്തിനെതിരായ കടന്നാക്രമണമാണിതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തുന്നതെന്ന് സോണിയാഗാന്ധി. RLV രാമകൃഷ്ണനെതിരായ പരാമർശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നാടാണിത്, കലാമണ്ഡലം സത്യഭാമ പരാമർശം പിൻവലിച്ച് സമൂഹത്തിനോട് മാപ്പ് പറയണം. നമ്മൾ എന്നും വൈകുന്നേരം ചന്തയിൽ പോകുന്ന പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശിച്ചു. ഈ വർഷം താൻ അക്കൗണ്ട് തുറക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിക്കെതിരായും ഒരു സൈബർ അറ്റാക്കും നടക്കാൻ പാടില്ല. സൈബർ പടയാളികളെ വെച്ച് ഒരാളെ അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ല. അത് ഒരിക്കലും അംഗീകരിക്കാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ സൈബർ അറ്റാക്കിന്റെ ഏറ്റവും വലിയ ഇരയാണ്. ഞാൻ അതിനെ ഗൗരവമായി എടുക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും അതിനെ കഴിയണമെന്നില്ല. അത്തരം സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കില്ല. വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ ഹർജിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VCക്ക് ആശ്വാസം. കാലിക്കറ്റ് VC സ്ഥാനത്ത് ഡോക്ടർ MK ജയരാജന് തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. എന്നാൽ കാലടി വൈസ് ചാൻസലറുടെ സ്റ്റേ ആവശ്യം ഹൈക്കോടതി തള്ളി. ഡോക്ടർ MK നാരായണനെ VCയായി തുടരാനാകില്ലെന്ന് കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നേരത്തെ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല VCമാരെ ഗവർണർ പുറത്താക്കി. ഇവരുടെയും നിയമനത്തിന് അപാകത ഉണ്ടായി എന്നായിരുന്നു ഗവർണറുടെ കണ്ടെത്തൽ. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് 10 ദിവസം തീരുമാനത്തിൽ അടിയന്തര നടപടി ഉണ്ടാകില്ലെന്നും ഇതിനിടെ VCമാർക്ക് കോടതിയെ സമീപിക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്, സംസ്കൃത സർവകലാശാല VC ഡോക്ടർ MV നാരായണൻ എന്നിവരെയാണ് പുറത്താക്കിയത്. ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല VCമാരുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നില്ല. ഇരുവരുടെയും കാര്യത്തിൽ UGCയോട് ഗവർണർ അഭിപ്രായം ആരാഞ്ഞിരുന്നു. നേരത്തെ VCമാരുമായി നടത്തിയ ഹിയറിംഗിന് ശേഷമായിരുന്നു ഗവർണറുടെ നടപടി. ഓപ്പൺ സർവകലാശാല VC നേരത്തെ രാജിക്കത്ത് നൽകിയിരുന്നുവെങ്കിലും ഗവർണർ സ്വീകരിച്ചിരുന്നില്ല.